മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് നാളെ ബുധനാഴ്ച അരീക്കോട് സ്വീകരണം നൽകുമെന്ന് അരീക്കോട് പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ സെഞ്ചുറി ആഘോഷങ്ങളുടെ മുന്നോടിയായാണ് കേരള യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരാണ് ഉപനായകർ. ജനുവരി 7 രാവിലെ 9 മണിക്ക് എടക്കരയിൽ വെച്ച് യാത്രയെ ജില്ലയിലേക്ക് ആനയിക്കും. പ്രാസ്ഥാനിക നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രോജ്വല വരവേൽപ്പ് നൽകും. വൈകിട്ട് 4:30 അരീക്കോട് പുത്തലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ 313 സെന്റിനറി ഗാർഡ് അംഗങ്ങൾ അണിനിരക്കും. വൈകിട്ട് 5 മണിക്ക് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുല്ല മുഹമ്മദ് അബു ഷാവേസ് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് ജനുവരി 7 ബുധനാഴ്ച അരീക്കോട് സ്വീകരണം നൽകും. മനുഷ്യർക്കൊപ്പം എന്നതാണ് സമ്മേളനത്തിൻ്റെ ശീർഷകം. അത് വെച്ചിട്ടാണ് ഇവിടെ പ്രസംഗങ്ങളൊക്കെ നടക്കുക. അതിൽ നമ്മളെ അംബാസിഡർ ഫലസ്തീൻ നമുക്കറിയാലോ, ഏറ്റവും മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട 948 മുതൽ ഇപ്പോഴും വെടിനിർത്തി എന്ന് വെറുതെ പറയാണ്, മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്നും ഫലസ്തീനുമായി ഐക്യപ്പെട്ട രാജ്യമാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുന്നത് എന്താണ്? യാസർ അറഫാത്തിന്റെ സഹോദരി എന്നാണ് പറയുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ രാജ്യം അവരുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ അംബാസഡർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അബ്ദുള്ള മുഹമ്മദ് അബു ഷാബീസ് ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. യാത്രാ നായകൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി, ആര്യാടൻ ഷൗക്കത്ത് MLA, മുൻ രാജ്യസഭാംഗം എ വിജയരാഘവൻ, ഓർത്തഡോക്സ് സഭ മുൻ മലബാർ ഭദ്രാസന സെക്രട്ടറി ഫാദർ തോമസ് കുര്യൻ താഴയിൽ കോർ എപ്പിഡോസ്കോപ്പ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, DCC പ്രസിഡന്റ് VS ജോയ്, AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സഫീർ, KPCC വക്താവ് VR അനൂപ്, വടശ്ശേരി ഹസൻ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിക്കും. ഗഹനമായ 100 ഗ്രന്ഥങ്ങളുടെ രചയിതാവായ സംഘടനയുടെ ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരിയെ ചടങ്ങിൽ അനുമോദിക്കും. നിർധനരായ രോഗികൾക്ക് ഹെൽപ്പ് ആൻഡ് ക്വാളിറ്റി കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 23 സോണിലെ 115 ആളുകൾക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്യും. സമസ്ത അഡ്ഹോക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന അഹമ്മദ് മീരാൻ മുസ്ലിയാരുടെ പേരിലുള്ള നഗരിയിൽ കൊന്നാരി മഖാം സിയാറത്തിന് ശേഷം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി MN കുഞ്ഞഹമ്മദ് ഹാജി പതാക ഉയർത്തും. അരീക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, KK അബൂബക്കർ ഫൈസി കാവനൂർ, AP അബൂബക്കർ സഖാഫി മാതക്കോട്, P സുൽഫിക്കർ, P ഹൈദർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.